ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ ഈ സെം എക്സാം ഒക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഈ റൂമിനോട് ടാറ്റ പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് ഓരോ ഇയറും റൂം വെക്കേറ്റ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ഇയർ പുതിയ റൂമാണ് കിട്ടുക. അതിനുശേഷം ഞാനും അനിയത്തിയും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കൂടെ. ഞങ്ങൾ മൂന്നാളും കൂടെ പട്ടാമ്പി പോവാണ്. ഇന്ന് അച്ഛനെത്തി തിരക്കായതുകൊണ്ട് ബസ്സിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങൾ ഒന്ന് ഹെയർ സ്പാ ഒക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പോയത്. എക്സാമിൻ്റെ സ്ട്രെസ്സൊക്കെ ഒന്ന് തലേന്ന് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഹെയറൊക്കെ ഞാൻ ഹെയർ കളർ ചെയ്ത കാരണം എൻ്റെ മുടി നല്ല ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇപ്പോൾ അവർ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഞാനൊക്കെ ഒരു തവണ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, കുറേ മുന്നെയാണ് ചെയ്തത്. പിന്നെ ഞാനിപ്പോഴാണ് ചെയ്യണത്. അങ്ങനെ അവർ നന്നായിട്ട് വാഷ് ചെയ്തു. നമുക്ക് എക്സാം സ്ട്രെസ്സൊക്കെ കഴിഞ്ഞ് നേരെ പോയിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. അവരുടെ മസാജൊക്കെ ശരിക്കും നല്ല റിലാക്സിങ് ആയിരുന്നു. ഇടയ്ക്ക് നമുക്കായിട്ട് കുറച്ച് ടൈം നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് കൊടുത്ത പോലെ തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ഹെയറൊക്കെ വാഷ് ചെയ്തു. എന്നിട്ട് ഞാൻ ഹെയർ ഡ്രൈ ആവാനിരുന്ന നേരം കൊണ്ട് എൻ്റെ ഫ്രണ്ട് ശില്പ അവൾ ഹെയർ വാഷിനിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും നല്ല ആസ്വദിച്ച് ഹെയർ വാഷൊക്കെ ചെയ്തിട്ട് മുടിയൊക്കെ ഉണക്കിയതിന് ശേഷം പിന്നെ അവർ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ എന്താ പറയുക കൂടൊക്കെ ജടയൊക്കെ മാറ്റി നന്നായിട്ട് അവരുടെ ഒരു ക്രീം, ലോറിയലാണ് അവർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യണത്. എന്നിട്ട് അവരെ ക്രീം വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തു. കുറേ നേരം മസാജ് ചെയ്തു. കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി തീർന്നോന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ആ നല്ല ചോദ്യം, ഇനി ചോദിക്കരുതെന്ന് പറഞ്ഞ്. അങ്ങനെ ഫുൾ മസാജൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ലൊരു റിലാക്സേഷൻ കിട്ടി. നമ്മളിപ്പോൾ കോളേജിലൊക്കെ വരുമ്പോൾ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും, അസൈൻമെൻറ്റ്, എക്സാം. ശരിക്കും ഞങ്ങൾക്ക് ഈ ഒരു സെമ്മ് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. ഒരുപാട് പോർഷൻസ് ഉണ്ടായിരുന്നു. എല്ലാ സബ്ജക്ട്സും അത്യാവശ്യം ഹാർഡായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് ചെയ്തപ്പോൾ ശരിക്കും നല്ലൊരു ആശ്വാസം കിട്ടി. പിന്നെ എൻ്റെ കണ്ടിട്ട് സച്ചു ഇതൊന്നും അവൾക്ക് ചെയ്തു കൊടുക്കില്ല, ഇത്രയും ചെറുപ്പത്തിൽ ചെയ്തു കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ഒരു 18 ഇയേഴ്സിന് ശേഷമല്ലേ ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ. എന്ത് പറഞ്ഞാലും ഇതൊക്കെ കെമിക്കൽസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അനിയത്തിക്ക് ചെയ്തു കൊടുക്കാറില്ല. അപ്പോൾ അവൾ സ്വയം അവളുടെ ഹെയർ ഇരുന്ന് മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇനി 1.5 month സെം ബ്രേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്ത് കേരള യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക്ഷോപ്പ് ഉള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ നാളെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആകെ ഒരു ഡേ ഗ്യാപ്പാണുള്ളത്. എക്സാമും വർക്ക്ഷോപ്പും തമ്മിൽ ആ ഒരു ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ഞങ്ങൾ ചൂസ് ചെയ്തത്. ലൈക്ക് ഒരു ഈവനിങ് നമ്മൾ ഫ്രണ്ട്സ് പോലെ ഞാനും എൻ്റെ ഫ്രണ്ടും അനിയത്തിയും കൂടെയാണ് പോയത്. അപ്പോൾ അത് നല്ല അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. എന്നിട്ട് അവർ ചെവിയിലൊക്കെ എന്തോ ഒരു ക്യാപ്പ് പോലത്തെ സാധനം ഫിക്സ് ചെയ്തു. ഞാനൊരു കുട്ടി റോബോട്ടായി എന്ന് എനിക്ക് തോന്നി. എന്നിട്ട് അവർ ആ സ്റ്റീമർ തലയിൽ വെച്ചു. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒന്ന് ഇറിറ്റേഷൻ ഈ മുഖത്തേക്ക് സ്റ്റീം അടിച്ചപ്പോൾ. അതിനുശേഷം ഹെയർ ക്യാപ്പ് വെച്ചിട്ട് നമ്മുടെ ഹെയർ ഒന്ന് കവർ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് ആ ഒരു ടൈം കൊണ്ട് ശില്പയുടെയും ഹെയർ ഫുള്ള് ക്രീം തേച്ച് സ്റ്റീം കൊള്ളിച്ചതിന് ശേഷം അവളും കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ സച്ചു ക്യാമറയൊക്കെ നോക്കി എൻ്റെ ഫോൺ കൊടുത്ത് വീഡിയോ എടുപ്പിലാണ്. എന്നിട്ട് അത് നല്ലോണം ഹെയറിൽ പിടിച്ചതിന് ശേഷം അത് വാഷ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് ശില്പയുടെ ഹെയർ ഡ്രൈ ചെയ്യണമെന്നാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ ഹെയർ നല്ല ചേഞ്ച് വന്നു. നല്ല ചുരുണ്ട മുടിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതിന് ശേഷം എൻ്റെ മുടി ഹെയർ ഡ്രൈ ചെയ്തു. ഞാനും ചേച്ചിയും കൂടി കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ ചേച്ചിയെ ഫേമസ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഹെയർ ഡ്രൈ ഒക്കെ ചെയ്തു. ഈ പാർലർ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈത്തലി അമ്പലത്തിന്റെ തൊട്ടടുത്താണുള്ളത്. ഗ്ലാമർ ലുക്ക് എന്നാണ് ബ്യൂട്ടി പാർലറിന്റെ പേര്. അപ്പോൾ നമ്പർ ഞാൻ ഈ കൊടുത്ത വീഡിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ച് പോവാം. നല്ലൊരു സർവീസാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ ജ്യൂസിയിൽ കയറി. എന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഷേക്കൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. അവരുടെ സാൻഡ്വിച്ച് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തോന്നിയുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. ഞങ്ങളൊരു ഓറിയോ ടെൻഡർ ഷേക്കും പിന്നെ ഒരു ഓറിയോ ചിക്കു ഷേക്കുമാണ് വാങ്ങിയത്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. സച്ചുവൊക്കെ ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ടാറ്റാ, ബൈ.